ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ ചാനലിൻ്റെ പേര് തത്വമസി കുക്കു എന്നാണ്. കുഞ്ഞൊരു ചാനലാണേ. ആദ്യമായിട്ടാണ് ഒരു ലോങ് ലെന്ത് വീഡിയോ ഇടുന്നത്. ഒരു ലെന്ത് വീഡിയോ ഇടുന്നത്. നേരത്തെയൊക്കെ ഷോർട്സ് വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ സബ്ജക്റ്റ് രേണുസുതിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രേണുസുതിയെ കുറ്റം പറഞ്ഞിട്ട് വൈറലാകാൻ വന്ന പുള്ളിക്കാരിയാണോ? അല്ല, എനിക്ക് രേണുസുതിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം രേണുസുതി എന്നെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും രേണുസുതി ചെയ്തിട്ടില്ല. അത് തന്നെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യവും വന്നു, ചിരിയും വന്നു, വിഷമം വന്നു. ഞാൻ അതിൽ പോയി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഇതാണ്: ബിഗ് ബോസിൽ രേണുസുതി ബിഗ് ബോസിൽ പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടെ അതേ നിലവാരമുള്ള ആൾക്കാരുണ്ട്. ഞാൻ രേണുസുതി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് കരുതി എനിക്കവർ പൈസയൊന്നും തന്നിട്ടില്ല. എനിക്കവരെ അറിയത്തില്ല, എനിക്കവർ നേരിട്ട് പരിചയമില്ല പുള്ളിക്കാരിയെ. ഞാനും എല്ലാവരെയും പോലെ തന്നെ ഫോണിലാണ് കാണുന്നത് അവരെ. എനിക്കല്ലാതെ ഒരു പരിചയമില്ല. ഇനി പരിചയപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടും തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് എല്ലാം തികഞ്ഞവർ ആരുമില്ല. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് ഇവരിങ്ങനെ കമൻ്റ് ഇടുന്ന കണ്ടാൽ തോന്നും രേണുസുതി മാത്രമേ ഈ ലോകത്ത് ജീവിക്കുള്ളൂ, രേണുസുതി മാത്രമേ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നുള്ളൂ, രേണുസുതി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ബാക്കി ലോകത്തുള്ളവരൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരെല്ലാം ഇങ്ങനെ ഇതിടുന്നത്, റിയാക്ട് ചെയ്തിടുന്നത്. റിയാക്ട് ചെയ്തെന്നും പോട്ടെ, റിയാക്ഷൻ വീഡിയോ അത് അവരിഷ്ടമാണ്, അതവരെ ചാനലിൽ ഇടുന്ന ഇത്. പുള്ളിക്കൊരു റാം ബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഫാഷൻ ഷോ. അതിൽ റാം ബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നടത്തിയതിൽ അതിൽ ബോഡി ഷെയിമിങ് ചെയ്തു. അതിനു മുമ്പും പുള്ളിക്കാരിക്ക് ബോഡി ഷെയിമിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും പല്ലിയാണോ, പല്ലിയുടെ മുഖഷേപ്പുള്ളവളില്ലേ, പല്ലിയൊക്കെ എന്തൊരു കോലം കെട്ടിയാണ് വന്നേക്കുന്നത്, എന്തൊക്കെ കമൻറ്റാണ് ഓരോ വീഡിയോയുടെ താഴെ. എല്ലാം എൻ്റെ കൺമുന്നിൽ എൻ്റെ ഫോണിൽ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ ഇരുന്ന് കാണും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നു ഇത് കണ്ടപ്പോൾ. എന്താണ് നിങ്ങൾക്കത്ര ഇത്? അപ്പം എനിക്കാണ്ട് ഇങ്ങനെയൊക്കെയാണ് ദൈവം തന്നേക്കുന്നത്. എൻ്റെ കണ്ണും നോക്കും ഇതൊക്കെ തന്നെയാണ്. അതുപോലെയാണ് ആ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക്. അങ്ങനെ ഓരോരുത്തർക്കും ഇന്നെന്തിനും ഈ ബോഡി ഷെയിമിങ് നടക്കുന്നേ. പല്ലങ്ങനെ ഇരിക്കുന്നു, കണ്ണിങ്ങനെ ഇരിക്കുന്നു, മുടി ഇങ്ങനെ ഇരിക്കുന്നു, അവിടെ അഭിനയം കൊണ്ടോ. എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെ പെർഫെക്റ്റായിട്ടൊന്നും ആരും അഭിനയിക്കത്തില്ല. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. പെർഫെക്റ്റായിട്ട് ആരും ഈ ലോകത്തില്ല. മാക്സിമം ആരും ദ്രോഹിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കാൻ നോക്കുക കേട്ടോ. അധികം നേരം ആയുസ്സൊന്നും ഇല്ല ആർക്കും. മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഈ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇങ്ങനെ തലയുടെ മണ്ടയ്ക്കെടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. എന്ത് കാര്യത്തിനാണ് അവരെന്താ കാര്യം ചെയ്യുന്നത്? അവരെന്താണ് അതിനകത്ത് ഈ പുറത്തോട്ട് എന്താണ് കൊടുക്കുന്നത്? 1-2 വീഡിയോ ചെയ്തിട്ട് വിഷയമില്ല, അവർ അഭിപ്രായം പറഞ്ഞെന്ന് പറയും. ഇത് നിരന്തരം അവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ തന്നെ ഇതാക്കിയിട്ട് എന്തോ ഇല്ല നശിപ്പിച്ച് അടങ്ങുന്ന രീതിയിലാണ് അവരെ വാശിയും ദേഷ്യവും ഒക്കെ ഇങ്ങനെ ഞാൻ കാണുന്നത്. അതേ ഒരു ശുഷ്കാന്തി, ഉത്കണ്ഠ നിങ്ങൾ വേറൊരു കാര്യത്തിന് കാണിക്കും. രാഷ്ട്രീയം തന്നെ എടുത്ത് എത്ര പേരുണ്ട്, എത്ര മന്ത്രിമാർ, എത്ര ആൾക്കാരുണ്ട്, പഞ്ചായത്ത് മെമ്പർ മുതൽ മേപ്പോട്ട് വയ്ക്കുന്നതാണ്. എത്ര പേര് എന്തൊക്കെയോ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഉള്ള കാര്യങ്ങൾ ചെയ്ത് എത്ര പേരുണ്ട്? 10-ൽ ചിലപ്പോൾ ഒരാൾ കാണുമായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. നമുക്ക് തന്നെ അനുഭവം കാണും. എനിക്ക് അനുഭവം ഉണ്ട്. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അവരിപ്പോൾ തരും, അവർ നമ്മളെ സഹായിക്കുമായിരിക്കും, നമ്മളൊരു കാര്യം ചെന്ന് ചോദിക്കുമ്പം നമ്മളെ ഹെൽപ്പ്, അങ്ങനെയുള്ള മെൻറ്റാലിറ്റി നമ്മൾ പോകും. ഒന്നും നടക്കാൻ പോകുന്നില്ല, നടക്കത്തുമില്ല. അവരിങ്ങനെ ഓരോരോ ആൾക്കാരും വന്ന് ഇങ്ങനെ ഭരിച്ച് അവരുടെ വീട്ടിലുള്ളതൊക്കെ ആക്കി അവരുടെ കുടുംബക്കാർക്കും ആക്കി അവരൊക്കെ ഇങ്ങനെ കൈയിട്ട് വാരിപ്പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. എത്ര പേരുണ്ട്? ആരുമില്ല. അവിടെ ആരുമില്ല. നല്ലതൊന്നും ചെയ്യുന്ന ആരും എങ്ങും ഇല്ല. ഇന്നലെ തന്നെ അനുശ്രീ ചേച്ചിയുടെ വീഡിയോ, സിനിമാ നടി അനുശ്രീ, പുള്ളിക്കാരുടെ വീഡിയോ ഉണ്ട്. അതൊക്കെയാണ് മനസ്സ്. നമ്മൾ ഒരാളെ ക്ഷമിക്കാനും അവരെ സഹായിക്കാനും ആ സമയത്ത് നമ്മൾ ചെയ്യണം. നമ്മൾ പ്രതികരിക്കുന്നത്, ഒരാളെ സഹായിക്കുന്നത്, ഒരാൾക്ക് ഒരു പൈസ കൊടുത്ത് സഹായിക്കുന്നത്, എന്തോ ആയിക്കോട്ടെ,
പുള്ളിക്കാരെ കണ്ണ് നിറഞ്ഞ് മനുഷ്യത്തുള്ളവർക്ക് മാത്രമേ പറ്റൂ. അതൊക്കെ കണ്ട് പഠിക്കട്ടെ. റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കണ്ടുപിടിക്കും. അവരൊക്കെ ഒന്ന് കണ്ടുപിടിക്കും ഇതൊക്കെ. ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലോകത്ത്, മനസ്സിലായില്ലേ? ഇപ്പുറത്ത് സെലിബ്രിറ്റികളും ഫേമസ് ആയിട്ടുള്ള ആരായിക്കോട്ടെ, മോഡൽസ് ആയിക്കോട്ടെ, എന്ത് ഡ്രസ്സ് ഇട്ടാലും ഈ കമൻറ്റ് ഇടുന്നവർക്ക് അവിടെ ഒരു വിഷയമില്ല, ഫുൾ സപ്പോർട്ട്, കുറേ ലവ് ചിഹ്നം ഇതും പറഞ്ഞിങ്ങനെ പോകും. ഈ രേണുസുതി ഒരു വേഷം ഇട്ടാലോ എന്ത് വന്ന് താഴെ വന്ന് എന്തൊക്കെ കാര്യങ്ങൾ വൃത്തികേടുകളാണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. കുറേ പേര് പിന്നെ സുധിച്ചേട്ടൻ മരിച്ചത് പുള്ളിക്കാരി കാരണമാണ്, പുള്ളിക്കാരിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു, വീട്ടിലോട്ട് വന്നതുകൊണ്ടാണല്ലോ മരിക്കേണ്ടി വന്നതൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ തലയിലെഴുത്തില്ലേ? നമ്മൾ സൃഷ്ടിക്കുന്നതാണോ? ദൈവം വിചാരിക്കും അവരൊക്കെ, ദൈവമാണ് നമ്മൾ ജനിപ്പിച്ച് ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വിട്ടത്. അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന എപ്പോഴാണെന്നൊക്കെ പുള്ളിക്കാരനറിയാം. ഇങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനെപ്പോഴും വരുമ്പോൾ അവർ എൻ്റെ എനിക്ക് രേണുസുതി എന്തോ നേരിട്ട് പരിചയമുണ്ട്. എനിക്കറിയത്തില്ല. എനിക്ക് വിഷമം വന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ എനിക്ക് പ്രതികരിക്കാൻ തോന്നി, ഞാൻ പ്രതികരിച്ചു കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടല്ലോ, എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വോയിസൊക്കെ അവരുടെ അടുത്ത് കേൾപ്പിക്കാൻ എനിക്കറിയാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ നമുക്കൊരു വൈറലാകാനോ അങ്ങനെ നമുക്ക് ഫേമസ് ആവാനോ അവരുടെ ഇത് പറഞ്ഞിട്ടൊന്നും എനിക്കില്ല, താല്പര്യമില്ല. രേണുസുതി നമ്മളിപ്പോൾ ആരായാലും, ഇപ്പം ഞാനായാലും രേണുസുതി ആയാലും നിങ്ങളായാലും ആരായാലും എന്ത് കുറ്റം ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും, എന്ത് പാപം ചെയ്താലൊക്കെ നമുക്ക് കർമ്മഫലം നിറഞ്ഞ് കിട്ടും. കർമ്മ അത് നമ്മൾ അനുഭവിച്ചിട്ടേ പോകും ആരായാലും. ഇപ്പോൾ രേണുസുതി അത്രമാത്രം കള്ളത്തരം പറഞ്ഞ് അത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് തന്നെ കിട്ടും. രേണുസുതി തന്നെ അനുഭവിച്ച് രേണുസുതി എന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതാക്കേണ്ടി വരും. അതിൻ്റെ വഴിക്ക് വിട്ടാൽ പോരെ? എനിക്കറിയാൻ വയ്യ. പിന്നെ അത് ഒത്തിരിയൂടെ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരിടത്ത് വന്ന് സംസാരിക്കുന്ന പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. പബ്ലിക്കിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിലാണോ? പബ്ലിക്കിൽ ഒരാൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ? അല്ലല്ല. നിങ്ങൾ കുറച്ച് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് അവരിഷ്ടത്തിന് ഞങ്ങളൊക്കെ കാര്യം പറയണം. പ്രത്യേകിച്ച് ലേഡീസ് പണ്ട് തൊട്ടുള്ളൊരു കാര്യമാണ്. പെൺപിള്ളേർ കാര്യം പറയാൻ സമ്മതിക്കത്തില്ല വീട്ടിലായിരിക്കും. നീ മിണ്ടായിരിക്കും, നീ ആരോട് സംസാരിക്കും, നീ ഒരു പെങ്കൊച്ച, നീ മിണ്ടായിരുന്നാൽ മതി. അല്ല നിൻ്റെ അഭിപ്രായം ഇവിടെ ആര് വില വെക്കുന്നു? ഇപ്പോഴും ആ ഈഗോയും ആ ഒരു കോംപ്ലക്സ് ഒക്കെ കൊണ്ടു നടക്കുന്ന ആൺകുട്ടികളും ഭർത്താക്കന്മാർ അച്ഛന്മാരെല്ലാവരും ഉണ്ട്, ചേട്ടന്മാർ അനിയന്മാരെല്ലാം ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. ഒരു മാറ്റമില്ല. നമ്മളൊന്ന് പോയി അഭിപ്രായം മിണ്ടായിരിക്കും, നമ്മുടെ ശബ്ദം അവിടെ താഴ്ത്തുവാണ്. മിണ്ടായിരിക്കുന്നത് നീ മിണ്ടണ്ട, നീ അഭിപ്രായം പറയാം. നമ്മുടെ ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല, വേറെ ആരെയും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവൻ നല്ല ധൈര്യമുണ്ട്, അവൻ ധൈര്യമുള്ളവന്. ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞേ? കരയാൻ തോന്നുമ്പോൾ കരയുക, അത്രയും ഭാരം നെഞ്ചിൽ നിന്ന് ഇറക്കി വെക്കുക. കഷ്ടപ്പെടുന്ന ആണും പെണ്ണല്ല അല്ലേ ലോകത്ത്. പെൺപിള്ളേർ പൊതുവെ എനിക്കിപ്പോഴും അതിന് മാറ്റം വരാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ചില മാറ്റം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പെൺപിള്ളേർ കാര്യം പറയുമ്പോൾ അവർ തൻ്റെ അടികൾ, അഹങ്കാരികൾ, വായാടികളാണെന്ന് എല്ലാവരും പറയുന്നത്. എന്നുവെച്ചാൽ അവൾ സമൂഹത്തിന് മുന്നിൽ അവൾ വെറും ഇതാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തിനാണ് എന്നുവെച്ചാൽ ഒരാൾ നല്ല ധൈര്യത്തോടെ ഒരു കോൺഫിഡൻസോടുകൂടി ഒരു മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാമറ മുന്നിൽ ഇരിക്കുക, ഇതൊക്കെ അവരുടെ കോൺഫിഡൻസാണ്. അത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്തത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് കണ്ടു ഇത്രയും നല്ല ആൾക്കാർ ഈ മലയാളികൾ, ഈ കൊച്ചു കേരളത്തിൽ നല്ല ആൾക്കാരുണ്ടോ? എല്ലാം തികഞ്ഞ ആൾക്കാർ. ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ. ഇവരൊരു പാപവും ചെയ്തിട്ടില്ലേ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവരൊരു പാപം ചെയ്തിട്ടില്ലേ? ഇവരെ സംസാരം കിട്ടുകഴിഞ്ഞാൽ ഇവരൊരു പാവവും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടേ ഇല്ല. ജനിച്ചന്ന് മുതൽ ഇപ്പോൾ വരെയും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ചെന്ന് അന്വേഷിച്ചാൽ അറിയാം എന്തൊക്കെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പോഴത്തെ ആരും മോശക്കാരൊന്നുമില്ല. പക്ഷെ ഒരാളെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്ക് കിട്ടൂടെ. നെഗറ്റിവിറ്റി ആയിക്കോട്ടെ പോസിറ്റിവിറ്റി ആയിക്കോട്ടെ, ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, നമുക്ക് അഭിനയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, അത് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പരദൂഷണം. ഇത് ഒന്നാമത്തെ കാര്യം രേണുസുടെ ഫേസ്.
അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയില്ല. അവരിങ്ങനെ കളിയാക്കും. രേണുസുതി ഓരോന്ന് കാണിക്കുമ്പോൾ അഭിനയിക്കുമ്പോഴൊക്കെ അവരിങ്ങനെ കളിയാക്കും. ഇങ്ങനെ രേണുസുതി ഇങ്ങനെ അഭിനയിക്കുന്ന നവരസങ്ങളുടെ എന്തോ രേണുസുതി ചെയ്തപ്പം അതിങ്ങനെ എടുത്ത് കളിയാക്കും. എന്തിനാണ് ഈ ബോഡി ഷെയിം ചെയ്യുന്നത്? എനിക്ക് ബോഡി ഷെയിം ആയിട്ട് തന്നെ തോന്നിയത് കേട്ടോ. ഒരുപാട് ആൾക്കാരെ പൊക്കിപ്പിടിച്ച് നിൽപ്പുണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അവരെയൊക്കെ നിങ്ങളെന്തോ ആ സംഭവങ്ങളൊക്കെ രേണുസുയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ 2013, 2017 മുതലെന്തോ ഇവരൊക്കെ രേണുസുതിയുടെ പുറകിലായിരുന്നു. എന്നുവെച്ചാൽ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു രേണുസുതിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞ കാര്യങ്ങളാണ് ഇവരിപ്പോൾ പറയുന്ന പോലെയാണ് അവരുടെ സംസാരം കിട്ടുകഴിഞ്ഞാൽ. നിങ്ങളവിടെ പോയിട്ട് അവരെ പേഴ്സണലി നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ എന്നിട്ട് സംസാരിക്കുന്നത് കുറേ പേര് ഇങ്ങനെ അയച്ചു തരുന്ന വീഡിയോസും കാര്യങ്ങളും കേട്ടില്ല നിങ്ങൾ അവരെ വിലയിരുത്തുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് നിങ്ങളെ സത്യസന്ധതയൊന്നും ആവശ്യമില്ല. അവരെ നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ അവരെടുക്കത്തുള്ളൂ. അവർ ചിലപ്പോൾ കേസ് കൊടുക്കും. അത് അവരില്ല ചെയ്യുന്നത്. ഇവരെ ഞങ്ങൾ കേസ് കൊടുത്ത് ഞാനിങ്ങനെ ഓടി നടക്കണം. ഓരോരുത്തരിങ്ങനെ പറയും എൻ്റെ പേർക്ക് കേസ് കൊടുത്ത് ഞാനിങ്ങനെ ഓടി നടക്കണം പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ അതിൻ്റെ ആവശ്യം? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അഭിപ്രായം പറയുക, എന്ത് കാര്യത്തെ അഭിപ്രായം പറയുക, വിമർശനവും ആകാം. പക്ഷെ ആരെ വേദനിപ്പിച്ച് അവരെ കണ്ണീര് കണ്ട് അവരെ മൊത്തത്തിൽ ഇങ്ങനെ കുഴിത്തോണ്ടിടണം. അതുപോലെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യരുത് ആരോടും. അതിൻ്റെ ആ കാര്യമില്ല. സംസാരിക്കുക, അഭിപ്രായം പറയാം, അത് കഴിയുക, അതിൻ്റെ അഴുക്കി വിടുക, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുക, മനുഷ്യത്വത്തോടെ ചിന്തിക്കുക, പെരുമാറുക. വീഡിയോയ്ക്ക് വേണ്ടി ഒരാൾ പറഞ്ഞൊരു പുള്ളിക്കാരൻ പറഞ്ഞതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇത് തന്നെ ചെയ്യും, എങ്കിൽ പിന്നെ ഞാനും അങ്ങ് ചെയ്യാം. എല്ലാവരും ചെയ്താൽ നീയും ചെയ്യുള്ളൂ. അല്ലല്ല, നമുക്ക് നട്ടുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു പറയേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് തോന്നുന്നത് നീ ചെയ്ത വിഷയമൊന്നുമില്ല. അവരെല്ലാവരും പേരൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെ നോക്കിയിട്ട് ഞാൻ പറയാം. അവർക്ക് പറയാമെങ്കിൽ എനിക്കും പറയാമെന്ന് പറഞ്ഞാൽ പോയി. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് എന്ത് തോന്നുന്നു, അവർക്കാർക്കും ബുദ്ധിമുട്ടും വിഷമമില്ലാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. പറയാം, എൻ്റെ പൊതുവേ ഉള്ള എൻ്റെ പ്രതികരണമാണ് ഞാൻ സംസാരിച്ചത്. ഒരു പെണ്ണല്ലേ ഇങ്ങനെ അടച്ചു പൂട്ടി ഒരു മൂലയ്ക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അവർ പോയി ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിലോ ഇവർക്കൊക്കെ സന്തോഷമാകുമല്ലോ. ഇപ്പോൾ പോയി ആത്മഹത്യ ചെയ്താലോ ഇവരെന്ത് പറയും? അങ്ങനെ പോയി ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ ബാക്കിയിട്ട് രേണുസുതി കരഞ്ഞുകൊണ്ട് വീടിൻ്റെ ഒരു മൂലയ്ക്ക് വരിക്കണമെന്നാണ്. അപ്പോൾ അവർ പറയും ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങനൊന്നും വിചാരിച്ചില്ല, രേണുസുതി അതിൻ്റെ ഇഷ്ടം ജീവിച്ചോട്ടെ, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ഇപ്പം വീടിൻ്റെ വിഷയമായാലും പൈസയുടെ വിഷയമായാലും ഇതൊക്കെ എന്നേ നടന്ന സംഭവങ്ങളാണ്. ഇന്നലെ മെനഞ്ഞെന്നോ അല്ലെങ്കിൽ മാസമോ നടക്കുന്ന സംഭവം, എന്നേ നടക്കുന്ന സംഭവം. എന്തുകൊണ്ട് ഇവർക്ക് അന്നേരമൊന്നും ഒരു കേസ് കൊടുത്തില്ല, കംപ്ലയിൻറ്റ് കൊടുത്തില്ല, മീഡിയയുടെ മുന്നിൽ വന്നില്ല? ഇപ്പോൾ രേണുസുതിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഇവരെല്ലാം പൊക്കിയെടുത്തുന്നവർ, ചിലപ്പോൾ സൂചിച്ചേട്ടന് ഓർത്തിട്ടേക്ക് ഇവരെല്ലാം വരാതിരുന്നത്. പക്ഷെ എന്തിനാ അവരൊരു കഷ്ടപ്പെട്ട പൈസ മറ്റുള്ളവർ വാങ്ങിച്ചിട്ട് തരാതിരിക്കണം? അവർ അന്നേരം പ്രതികരിക്കണം, കേസ് കൊടുക്കണം, വാങ്ങിച്ചെടുക്കാൻ നോക്കണം. അന്ന് പ്രതികരിക്കണം അവിടെ. അല്ലാതെ ഇങ്ങനൊരു വിഷയം നടക്കുന്ന സമയത്ത് എല്ലാവരുടെ വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊക്കെ നാടകമാണെന്നേ പറയാൻ പറ്റും. എനിക്കത് നാടകമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുക, ഞാനവിടെ ചെന്ന് ചോദിക്കും, എന്നിട്ട് അവിടെ നമ്മളെന്തെങ്കിലും ചെയ്യുന്ന പരിഹാരം നമ്മൾ ചെയ്യുക ഇല്ലേ? മീഡിയയുടെ മുന്നിൽ നാറ്റിക്കണമെന്ന് വെച്ചിട്ടേക്ക് അവർ പറയാത്തത്. പക്ഷെ പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടൊന്ന് പറയുന്നു? ഇപ്പോൾ രേഷ്മ പി തങ്കച്ചനാണ് രേണുസുതിയുടെ പേര്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രേണുസുതി തന്നെ അറിയപ്പെടും. കാര്യം എന്നറിയാമോ? അതങ്ങനെയാണ്. നമ്മളെ ഫസ്റ്റ് എന്താണ് മറ്റുള്ളവരെ നമ്മൾ അറിയപ്പെടുന്നത്, ഏത് പേരിലാണ്, ഏത് അട്രാക്ഷനിലാണ് നമ്മളിതുള്ളത്, അങ്ങനെ തന്നെ നമ്മൾ അറിയപ്പെടും. നമ്മൾ എത്ര പേര് മാറ്റി കളിച്ചാലും നമ്മൾ ആ പേര് തന്നെ ആയിരിക്കും അവർ വിളിക്കുന്നതും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. എത്ര പേര് മാറ്റിയിട്ട് ഇപ്പം എല്ലാവർക്കും ഒറിജിനൽ പേര് കാണത്തില്ലേ? ആ രേഷ്മ പി, പക്ഷെ അവർക്ക് രേണുസുതി എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. രേഷ്മ പി തങ്കച്ചൻ തമിഴിൽ രേണുസുതി ആയിരിക്കും. രേഷ്മ തങ്കച്ചൻ കുറവാണ്, തമിഴിൽ രേണുസുതി ആയിരിക്കും. താഴെ രേഷ്മ തങ്കച്ചൻ എന്ന് പറയത്തുള്ളൂ, രേഷ്മ പി തങ്കച്ചൻ. രേണുസുതി എന്ന് പറയത്തില്ല. എന്തൊക്കെ ആൾക്കാരാണ്. എന്നിട്ട് പറയാൻ ന്യായങ്ങൾ കേൾക്കുമ്പോഴേട്ടോ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അവരഭിപ്രായം പറഞ്ഞോട്ടെ, അവർക്ക് വിഷയമൊന്നുമില്ല, റിയാക്ഷൻ ചെയ്തോട്ടെ. ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാത്ത കാര്യങ്ങൾ. താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന്. അവരാണ് നല്ല ആൾക്കാർ ലോകത്ത്. ഇപ്പോൾ ഒരാൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു കേസ് പ്രതിയോ ഏത് കാര്യത്തിൽ പോലീസ് പിടിക്കണം. അത് അറിയപ്പെടുമ്പോഴായിരിക്കും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാനന്ന് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളാണെന്ന് വിചാരിച്ചിട്ട് നല്ല ആളായിരിക്കത്തില്ല. അത് ആണായാലും പെണ്ണതായിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വിലയിരുത്തി നമ്മളിവിടെ ഇരുന്ന് ഗണിച്ചിട്ടല്ലല്ലോ പറയുന്നത് അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. ചിന്തിക്കുക, മനുഷ്യത്തോടെ പെരുമാറുക. അനുശ്രീ പോലെയുള്ളവരൊക്കെ കണ്ടുപിടിക്കുക. അനുശ്രീയെ പോലെയുള്ളവരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഒരാളെ ബോഡി ഷെയിമിങ് ചെയ്യുന്നത്. വളരെ തെറ്റാണ്.
ഇല്ലാത്ത കാര്യങ്ങൾ അവരെ തലയിൽ അടിച്ച് വെപ്പിക്കുന്നത് ഇല്ലാത്ത അതും തെറ്റാണ്. പുറകെ നടന്നിങ്ങനെ ഇങ്ങനെ ആക്കുന്നത് ജീവിതം നശിപ്പിക്കാനായിട്ട്. അങ്ങനെ നശിക്കത്തില്ല. പുള്ളിക്കാരി അങ്ങനെ നശിക്കുന്ന ഒരു വ്യക്തിയല്ല, വ്യക്തിത്വമല്ല. അങ്ങനെ തന്നെ വേണം. നല്ല തൻ്റെയുടെ ധൈര്യത്തോടുകൂടി പോവുക, മുന്നേറുക, ജീവിക്കട്ടെ കേട്ടോ. എൻ്റെ സപ്പോർട്ട് എന്തെങ്കിലും കാണും. എനിക്ക് നേരിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പുള്ളിക്കാരെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും കാണാൻ നോക്കും, സപ്പോർട്ട് ചെയ്യും. ഇതുവരെ യാതൊരു ഇതില്ല കേട്ടോ. പുള്ളിക്കാരി നെഗറ്റീവായിട്ട് പറയാൻ ചിലപ്പോൾ ഞാനും വൈറലാണ്. എനിക്ക് അങ്ങനെ ഒരു വൈറലാകേണ്ട ആവശ്യമില്ല, ഫേമസ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ശരി. ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്, കമൻറ്റ്, ഷെയർ. താങ്ക് യു.